മമതാ ബാനർജി വെറുമൊരു രാഷ്ട്രീയക്കാരിയല്ല, മറിച്ച് ഒരു നിയമവിദഗ്ധ കൂടിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്ന സംഭവങ്ങൾ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാളിൽ SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് മമതയെ കോടതിയിലെത്തിച്ചത്. ഈ നടപടിയിലൂടെ ഏകദേശം 58 ലക്ഷത്തോളം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ പരാതി. കൂടാതെ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരെ ബംഗാളിൽ നിരീക്ഷകരായി നിയമിച്ചതിനെയും മമത ചോദ്യം ചെയ്യുന്നു. ഇത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കമെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇന്നലെ കോടതിയിലെത്തിയ മമത ഒരു അഭിഭാഷക എന്ന നിലയിൽ തന്റെ വാദങ്ങൾ അവതരിപ്പിക്കാൻ ചീഫ് ജസ്റ്റിസിനോട് പ്രത്യേക അനുമതി തേടിയിരുന്നു. കോടതി ഇത് അനുവദിക്കുകയും ചെയ്തു. അയൽ സംസ്ഥാനമായ അസമിലോ മറ്റ് 4 സംസ്ഥാനങ്ങളിലോ ഇല്ലാത്ത എന്തടിയന്തര സാഹചര്യമാണ് ബംഗാളിലുള്ളത് എന്നാണ് മമത കോടതിയിൽ പ്രധാനമായും ഉയർത്തിയ ചോദ്യം. പേരുകളിലെ ചെറിയ അക്ഷര പിശകുകൾ കാണിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്നത് ജനങ്ങളുടെ മൗലികാവകാശത്തിന്മേലുള്ള ബുൾഡോസർ പ്രയോഗമാണെന്നും അവർ കോടതിയിൽ വാദിച്ചു. മമതാ ബാനർജി തന്നെയാണ് പ്രധാനമായും വാദങ്ങൾ നയിച്ചതെങ്കിലും അവരെ സഹായിക്കാൻ വലിയൊരു നിയമസംഘവും കോടതിയിലുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിനും ബംഗാൾ സർക്കാരിനും വേണ്ടി സ്ഥിരമായി ഹാജരാകാറുള്ള മുതിർന്ന അഭിഭാഷകൻ മനോജ് സിംഗ്വി മമതയ്ക്കൊപ്പമുണ്ടായിരുന്നു. സാങ്കേതികമായ ചില നിയമവശങ്ങൾ വിശദീകരിക്കുന്നതിൽ അദ്ദേഹം മമതയെ സഹായിച്ചു. പശ്ചിമ ബംഗാൾ അഡ്വക്കേറ്റ് ജനറലും മറ്റ് സീനിയർ കൗൺസിലർമാരും കോടതിയിൽ ഹാജരായിരുന്നു. രേഖകളും ഫയലുകളും ക്രോസ് റഫറൻസ് ചെയ്യാൻ ഇവർ മമതയ്ക്ക് പിന്തുണ നൽകി.